ഹായ്! ഇന്നൊരു ബിഗോണിയ വിസ്മയം കണ്ടാലോ? ഈ പൂക്കളെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനമായ ഒരു ബിഗോണിയാണ്. ഇവയുടെ പേര് ബിഗോണിയ എലറ്റിയർ എന്നാണ് കേട്ടോ. വളരെ മനോഹരമായ തിങ്ങിയ പൂക്കൾ, അതിനപ്പുറത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന കളറുകളിലുള്ള പൂക്കളാണ്. പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. ഇത് ഞാൻ വാങ്ങിയ ബിഗോണിയ ചെടിയാണ് കേട്ടോ. ഒരു പ്ലാന്റ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ഇതിൻ്റെ കളറും ഇതിൻ്റെ പൂക്കളുടെ ഭംഗിയും കണ്ടിട്ട് ഒരെണ്ണം ഞാൻ വാങ്ങി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പേര് ബിഗോണിയ എലറ്റിയർ എന്നാണ്. ബിഗോണിയാസി കുടുംബത്തിൽപ്പെട്ട ഒരു ഹൈബ്രിഡ് ഇനമാണ് ഈ ബിഗോണിയ എലറ്റിയർ. മഞ്ഞ, പിങ്ക്, ഓറഞ്ച്, റെഡ് ഇങ്ങനെ പല കളറുകളിൽ, തിളക്കമുള്ള കട്ടിയാർന്ന കളറുകളിൽ ഈ പൂക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതൊരു ശരാശരി കണക്ക് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ വളരുന്നൊരു ചെടിയാണ്. ഇരുണ്ട് പച്ച ഇലകൾ, അതായത് ഈ ഇലകൾ നിങ്ങൾ കണ്ടോ, നല്ല ഡാർക്ക് ഇലകളാണ് കേട്ടോ. കുറച്ച് കട്ടി കൂടിയതും തിളക്കമാർന്നതുമാണ്. നല്ല വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ഒരു ഭംഗിയുള്ള ഇലയാണ് ഇവയ്ക്കുള്ളത്. നീളത്തിൽ വരുന്ന ഈ തണ്ടിൽ നല്ല തൊട്ടാൽ ഞെങ്ങിപ്പോകുന്ന പോലെ വെള്ളം തിങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് അവയ്ക്കുള്ളത്. ഇവയുടെ ഈ ദൃഢമായ തണ്ടിൽ അതിലോലമായ പൂക്കൾ കട്ടിയായി കൂട്ടം കൂട്ടമായി വിരിയുന്നു. ഇടത്തരം വെളിച്ചമുള്ളതും നന്നായി വായുസഞ്ചാരമുള്ളതുമായ മുറികളിൽ ഈ ബിഗോണിയ എലറ്റിയർ നല്ല രീതിയിൽ തന്നെ വളർച്ച കാണിക്കും. ഇവയ്ക്ക് ശരിയായ രീതിയിലുള്ള നനവ് വളരെ പ്രധാനമാണ് കേട്ടോ. മണ്ണ് എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കുവാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇവ പൂക്കൾ തരുന്നതായിരിക്കും. എന്നാൽ ഒട്ടും നനവ് കൂടിപ്പോകാനും പാടില്ല. ചെടിയുടെ ചുവട് ഭാഗത്ത് മാക്സിമം നനവ് കൊടുക്കുവാൻ ശ്രദ്ധിക്കാം. അങ്ങനെ സംരക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും. കാരണം പൂക്കളിലും ഇലകളിലുമൊക്കെ വെള്ളം കൂടുതലായിപ്പോയാൽ ഈ പൂവ് ചീഞ്ഞു പോകുന്നതിനും ഇലയ്ക്ക് പുള്ളിരോഗം സംഭവിക്കുന്നതിനുമൊക്കെ കാരണമായിത്തീരുന്നുണ്ട്. എന്നാൽ ഇവയുടെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. മാംസളമായ നല്ല ഒരു തണ്ട് മുറിച്ചിട്ട് ശുദ്ധജലത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വേരോട്ടമുണ്ടായി പുതിയ മുകുളങ്ങൾ വരുന്നു. അതുമല്ലെങ്കിൽ ഒരു തണ്ട് മുറിച്ച് റൂട്ട് ഹോർമോൺ അപ്ലൈ ചെയ്തിട്ട് ഇളക്കമുള്ള ചെറിയ നനവുള്ള ഒരു പോട്ടി മിശ്രിതത്തിലേക്ക് നട്ടുപിടിപ്പിക്കുക. ഇതായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും പുതിയ മുകുളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെയാണ് ഈ ബിഗോണിയ ചെടിയുടെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഹൈബ്രിഡ് ഇനമായ ബിഗോണിയ പൂക്കളെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നമ്മുടെ ഗാർഡനിലും സംരക്ഷിച്ച് നോക്കൂ. വളരെ വ്യത്യസ്തതയേറിയ ചെടികളും പൂക്കളുമൊക്കെ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. നമ്മുടെ തോട്ടവും വർണ്ണ ശോഭയുള്ള പൂക്കളെ കൊണ്ട് നിറയട്ടെ. നമ്മളുടെയൊക്കെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ.